ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേടാ? എല്ലാവരും സേഫ് അല്ലേ? മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ്. ശനിയാഴ്ച ഞാനൊരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എണ്ണീറ്റ്. എനിക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ പോലെ തോന്നിയാണ് ഞാൻ എണ്ണീറ്റൊന്ന് ബാത്റൂമിലൊക്കെ പോയിട്ട് നോക്കിയപ്പം പീരീഡ്സ് ആയിട്ടിരിക്കുക. പിന്നെ നേരെ പോയി അങ്ങ് കുളിച്ചിട്ട് ഒന്ന് നേരെ അടുക്കളയിലോട്ട് കയറി. എന്തായാലും നമ്മുടെ ഉറക്കമൊക്കെ പോയി. ഇനിയിപ്പോൾ അങ്ങ് ജോലിയൊക്കെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് പീരീഡ്സ് ആയിട്ട് ഇപ്പോൾ രാവിലെ ആവുകയാണെങ്കിൽ എനിക്ക് ആ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു പെയിൻ വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതിന് മുന്നേ ജോലിയൊക്കെ ചെയ്ത് നമുക്ക് ആ ഒരു റെസ്റ്റ് എടുക്കാൻ പറ്റുമല്ലോ. അത് കാരണമാണ് അന്നേരം അങ്ങ് ജോലിയെല്ലാം ചെയ്യാൻ തുടങ്ങി. പിന്നെ വെറുതെ ഇരുന്നിട്ടും കാര്യമില്ല. അങ്ങനെ രാവിലെ തന്നെ കട്ടൻ ചായയൊക്കെ വെച്ച് മധുരമില്ലാത്തൊക്കെ എനിക്ക് ഒഴിച്ചെടുത്ത് പിന്നെ ഇത് അപ്പച്ചന് ഒഴിച്ച് വെക്കുവാണ്. ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു സമയത്തൊക്കെ നല്ല മഴയും നല്ല തണുപ്പായിട്ടിരിക്കുക. പിന്നെ നമുക്കിവിടെ വെള്ളക്കയറ്റം അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ വേണ്ട അപ്പച്ചന് ഞാൻ ചായ അവിടെ കൊണ്ട് വെച്ച് കൊടുക്കുകയാണ്. കട്ടൻ ചായക്ക് ചൂടുവാൻ ഒരിച്ചിരി താമസം എടുക്കുമല്ലോ. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞ് മക്കളത് അവിടെ അങ്ങ് വെച്ചോ. ആ ഒരു കപ്പിൻ്റെ അകത്ത് സ്റ്റീലോ, അപ്പോൾ ചൂട് പോകാനും ഒരിച്ചിരി പാടാണ്. താണ്ടെ ഒരാൾ കണ്ടോ, എന്നും രാവിലെ ഞാനൊരു 6:30 ആകുമ്പോൾ വിളിക്കുമ്പം പറയും, അമ്മ എനിക്ക് ഇച്ചിരി നേരം കൂടെ ഉറങ്ങണം. 7:30 ബസ് വരുന്നവന് 6:30 ആയാലും എഴുന്നേൽക്കത്തില്ല. ഇന്ന് 6 മണിയായപ്പോഴേ എഴുന്നേറ്റിരുന്ന് TV കാണാൻ തുടങ്ങി. കാരണം അവനറിയാം ഇന്ന് സ്കൂളിൽ പോകേണ്ടതാണ്. തലേന്ന് കുറച്ച് ചീനിയൊക്കെ മേടിച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അങ്ങ് കഴുകി അടുപ്പത്തോട്ടും കയറ്റി. ഇവിടെ ആ സമയത്തൊക്കെ നല്ല മഴ പെയ്യുക. ഇത് കായൽവാരമാണ്. നമുക്ക് ആ വാഴ നിൽക്കുന്നതിൻ്റെ കുറച്ച് താഴെ അതൊരു അയ്യവാണ്. ആ അയ്യത്തിൻ്റെ കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പം നമുക്കത് കായൽവാരം. അപ്പം കാറ്റ് നല്ലോണം ഇങ്ങോട്ട് വീശും. താണ്ടെ നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു ആ ഒരു ടൈമിലൊക്കെ. അങ്ങനെ കുറച്ച് നേരം അതുമൊക്കെ നോക്കി വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചീനി തിളച്ച് കേട്ടോ. ചീനിയൊക്കെ വെച്ചത് തിളച്ച്. പിന്നെ മീൻകറി വെക്കാമെന്ന് വിചാരിച്ച്. ഇന്ന് ചോറിന് ചീനിയും മീൻകറിയും മാത്രമേ ഉള്ളൂ. കാരണം ചീനി ഉണ്ടെങ്കിൽ ചോറ് ആരും അങ്ങനെ കഴിക്കത്തില്ല. അങ്ങനെ നല്ല ചട്ടിയൊക്കെ വെച്ച് ഉലുവായിട്ട് പൊട്ടിക്കുവാണ്. ഇന്ന് ഇവിടെ കിട്ടിയേക്കുന്നത് നമുക്ക് കിളിമീനെന്ന് പറഞ്ഞൊരു മീനാണ്. കൊല്ലത്ത് കിളിമീനാണ്. ചില സ്ഥലത്ത് അത് ചെങ്കലവ അങ്ങനെ പറയും, ചിലയിടത്ത് ഉണ്ണിമേരി അങ്ങനെയൊക്കെ പറയുന്ന ചുമന്ന കളർ മീനാണ്. എല്ലാവർക്കും ഇപ്പോൾ അറിയാം അത്. അങ്ങനെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് മീൻകറിക്ക് വേണ്ടി. ഈ ഒരു മീൻകറിക്കകത്ത് ഞാൻ തേങ്ങയും കൂടെ കുറച്ചൊന്ന് അരച്ച് ചേർക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ്. അപ്പം ഈ പക്ക മുളക് കറി എന്നുള്ള രീതിയിൽ വരത്തില്ല മീൻകറി. കുറച്ചൊരു തേങ്ങാക്കറി പോലെയൊക്കെ വരും. ഞങ്ങൾ വീട്ടിൽ വെക്കുന്നതാണ്. ചില ക്രിസ്ത്യൻസിൻ്റെയൊക്കെ കല്യാണത്തിന് പോയാൽ നമുക്കത് ചൂരയിട്ട് ആ ഒരു മീൻകറി കിട്ടും. അത് നല്ല ടേസ്റ്റാണ്. ഇവിടെ ആ കുമോന് അങ്ങനെ മീൻകറി വെക്കുന്ന ഇഷ്ടം. അവനങ്ങ് ഒത്തിരി ഈ മുളക് കറി മാത്രമായിട്ട് വെക്കുന്ന അവന് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ മിക്കവാറൊക്കെ ഈ കഷ്ണം മീൻ കിട്ടുമ്പം ഇങ്ങനെ കറി വെക്കുന്നത്. അങ്ങനെ വേണ്ട ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിനകത്തോട്ട് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ കുരുമുളക് പൊടി ഞാൻ ഇച്ചിരി തോനെ ചേർക്കുക. കാരണം ഇവിടുത്തെ മുളക് പൊടിക്ക് ഒട്ടും എരിവില്ല. കാശ്മീരി ചില്ലി മാത്രമാണ് പൊടിച്ച് വെച്ചേക്കുന്നത്. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കും. എന്നാലും ഇവിടെ എരി ഇച്ചിരി എല്ലാവർക്കും തോനെ വേണം. അക്കുമോനും എരിയൊക്കെ കൂട്ടിക്കോളും. എരി കൂട്ടത്തില്ലെന്നുള്ള പ്രശ്നമൊന്നുമില്ല. എന്നാലും അവന് തേങ്ങാക്കറിയോടൊരു പ്രത്യേക ഇഷ്ടമാണ്. തേങ്ങാക്കറിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയുള്ള കുറച്ച് ദോശയോ, വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ദോശയോ ഇഡലിയൊക്കെ ആ ഒരു മീൻകറിയുടെ കൂടെ കഴിക്കും. സ്കൂളിൽ അവനതൊന്നും കൊണ്ടുപോകത്തില്ല. അങ്ങനെ വേണ്ട ആവശ്യത്തിനുള്ള ചാറുമൊക്കെ തേങ്ങയും കൂടി ഇട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിനകത്ത് ആവശ്യത്തിന് ചാറിനുള്ള വെള്ളവും വെച്ച് 2 കുടംപുളി അങ്ങ് ഇട്ട് കൊടുത്തേ. അപ്പോഴത്തേക്കും നമ്മുടെ ചീനി ഇവിടെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ചീനി വെന്ത് വന്നപ്പോഴത്തേക്കും ഞാൻ അതെല്ലാം കൂടെ അങ്ങ് എടുത്ത് ഊറ്റി അങ്ങോട്ട് വെച്ച് വെച്ചതിന് ശേഷം അപ്പോഴത്തേക്കും നമ്മുടെ മീൻകറിയുടെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ മീനെല്ലാം ഞാൻ പെറുക്കി കൂട്ടി അതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് എന്നിട്ട് കറി ഒന്നും കൂടെ ഒന്ന് തിളയ്ക്കുമ്പം ഞാനതങ്ങ് നമ്മുടെ തീ അങ്ങ് സിമ്മിലോട്ടിട്ടിട്ട് അടപ്പ് വെച്ച് അങ്ങ് മൂടി വെക്കും. എന്നിട്ട് ചീനി ഊറ്റിയത് എടുത്ത് ഗ്യാസിൻ്റെ പുറത്തോട്ട് വെച്ചിട്ട് അതിനകത്തോട്ട് അരപ്പ് ചേർത്തിട്ട് ഞാൻ കുറച്ച് നേരം അങ്ങനെ തന്നെ മൂടി വെച്ച് ഒരു ചെറിയ ഫ്ലെയിമിലിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റും. തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും
മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാണ് അതിൻ്റെ അരപ്പുണ്ടാക്കുന്നത്. വേണമെങ്കിൽ ഒരു പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടാലും നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഒരു 5 മിനിറ്റ് അത് അങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ ഒരു പച്ചമണമെല്ലാം മാറും. പച്ചമണമെല്ലാം മാറിയിട്ട് പിന്നെ ഞാൻ അതിൻ്റെ അരപ്പും ചീനിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് വേണ്ട കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. പച്ച വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്, കടുകൊന്നും താളിച്ചിട്ട് കൊടുക്കത്തില്ല. അത്രയ്ക്ക് ഞാനൊന്നും മെനക്കിടാൻ നിൽക്കത്തില്ല. ഇത് തന്നെ ഇപ്പം നല്ല ടേസ്റ്റാണ്. അങ്ങനെ അതും അങ്ങ് റെഡിയായി. അതിനകത്ത് കുറച്ച് പറ്റിയതാണ് ഞാനതൊന്ന് തുടച്ചെടുത്തത്. നമുക്ക് ചായയൊക്കെ ഇടുമ്പോഴും അത് വെച്ച് പിടിക്കുന്നതല്ലേ. അങ്ങനെ ഞാനതെല്ലാം അങ്ങ് അതിനകത്തൊന്ന് തുടച്ച് എടുത്തു. ചീനി അങ്ങ് സെറ്റായിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് പാത്രമായി സിങ്കിൻ്റെ അടുത്ത്. ഞാൻ വിചാരിച്ചു അതെല്ലാം അങ്ങ് കഴുകി മാറ്റിയിട്ട് ഇതുവരെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയില്ലല്ലോ അല്ലേ, ഇപ്പോൾ ഉണ്ടാക്കും. ഞാൻ വിചാരിച്ചു ഈ മീനിൻ്റെ ആ ഒരു പരിപാടിയെല്ലാം കഴിഞ്ഞാൽ എല്ലാവരും അപ്പോഴത്തേക്കും അപ്പച്ചനും മോനും എണീറ്റിരുന്നാലും പല്ലൊന്നും തേച്ചില്ല രണ്ടുപേരും. അങ്ങനെ ഇത് കുറച്ച് നേരം അപ്പച്ചൻ അക്കുവിൻ്റെ കൂടെ ഇരുന്ന് ഹണി ബണിയൊക്കെ കാണുവാണ്. ഇവിടെ ഞങ്ങളെല്ലാവരും ഇപ്പോൾ അവൻ്റെ കൂടെ കാർട്ടൂണാണ് കൂടുതലും കാണുന്നത്. ഞങ്ങൾ 7 മണിക്കൊരു സീരിയൽ കാണും. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാർട്ടൂണിൻ്റെ മേളവാണ്. അങ്ങനെ ഞാൻ ആ പാത്രം എല്ലാം കിടന്നെല്ലാം അങ്ങ് കഴുകിയെടുത്ത് മാറ്റി വെച്ച്. അപ്പം പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. ആ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ നമ്മളിതെല്ലാം ചെയ്യണ്ടേ. ഇവിടെ കിച്ചൺ വലുതാണ്, പക്ഷേ സ്ലാബ് ഇല്ല, സ്ലാബ് കുറവാണ്. അതാണ് ഈ വീട് വെച്ചിട്ടൊരു 30 വർഷം ആയ വീടാണ്, അത്രയും പഴക്കമുള്ള വീടാണ്. അപ്പോൾ ഈ വീടിന് അത്രയൊക്കെ പരിമിതികളുണ്ട്. സ്ലാബില്ല, പിന്നെ ഞങ്ങൾ കിച്ചൺ കബോർഡായിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പാത്രമെല്ലാം ഇങ്ങനെ ആ ഒരു സ്ലാബിൻ്റെ അടിയിലായിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ കറിയെല്ലാം അങ്ങ് സെറ്റായിട്ടുണ്ട്. കറിയെല്ലാം സെറ്റായതിന് ശേഷം പിന്നെ ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന്. അപ്പോഴത്തേക്കും അച്ചാച്ചനൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചൂടോടെ അങ്ങ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആട്ടാപ്പൊടിയാണ് ഇതിനകത്തോട് തട്ടിയിടുന്നത്. അത് കുറച്ചേ ഉള്ളായിരുന്നു. പിന്നെ ഒരു പാക്കറ്റും കൂടി എടുത്ത് അതിനകത്തോട്ട് കുറച്ചും കൂടെ തട്ടിയിട്ട് കൊടുത്തേ. എന്നിട്ട് ഞാനിത് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒരാൾ എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു, അമ്മ എന്തുവാ അമ്മ രാവിലെ കഴിക്കാൻ എന്തുവാന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ഓട്ടടയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അവനത് സംശയം, അതെന്തുവാ അമ്മ? അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു, മോനെ തേങ്ങയും ശർക്കരയൊക്കെ വെച്ച് നമ്മൾ ചുട്ടെടുക്കത്തില്ലേ, അതാന്ന് പറഞ്ഞ്. അങ്ങനെ ഞാനിങ്ങനെ കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുക, അവന് ഈ ചപ്പാത്തി കുഴയ്ക്കുന്നത് പുട്ടിന് നനയ്ക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ അവന് കുഴയ്ക്കണം. അമ്മ ഞാൻ കുഴച്ചോട്ടെ, കണ്ടോ ഞാൻ കുഴച്ചോട്ടെ എന്നും പറഞ്ഞ് കൈയൊക്കെ അതിനകത്തോട്ട് ഇടാൻ വന്നപ്പോഴത്തേക്ക് അച്ചാച്ചൻ വന്ന് ഓടിച്ച്. ഞാനും സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞു, നീ കുളിച്ചില്ലല്ലേ, കുളിക്കാതെ നീ അടുക്കളയിൽ കയറണ്ടെന്ന് പറഞ്ഞ്. എന്നിട്ട് തേങ്ങ എല്ലാം ചിരകി എടുത്തായിരുന്നേ. പിന്നെ കുറച്ച് ശർക്കര അതിനകത്തോട്ട് ഞാൻ ചീകി അങ്ങ് ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് നിൽക്കുക ഈ ഒരു കാര്യവും പറഞ്ഞ് അവനത് കുഴയ്ക്കണം, അവനത് കൈയിട്ട് ലാമ്പണം, അതിന് വേണ്ടി ഇങ്ങനെ നിൽക്കുക ഞാൻ. പക്ഷെ അത് സമ്മതിച്ച് കൊടുക്കത്തില്ല, അത് വേറെ കാര്യം. ഈ ഒരു സമയമായപ്പോഴത്തേക്ക് മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്തൊന്ന് ആ വെറും വയറ്റിൽ ആ തേങ്ങയും ശർക്കരയും കൂടെ തിന്നുന്ന ആ ഒരു പണിയാണ് അവൻ കാണിച്ചത്. അതൊന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ഞാനും കുറച്ച് കാര്യം കഴിച്ചു നോക്കി, കൊള്ളാം. ഞാൻ പിന്നെ പോയി ഒരു വാഴയിലയൊക്കെ വെട്ടിക്കൊണ്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ വാഴയില ഞാൻ ഇത് ചപ്പാത്തി കൊടുന്ന കല്ലാണ്. എൻ്റെ നോൺ സ്റ്റിക്ക് അങ്ങ് പോയി. അപ്പോൾ നമുക്ക് ഓട്ടടയൊക്കെ ചുടാനും ഒക്കെ നല്ലതാണ്. അങ്ങനെ വാഴയിലക്കകത്തോട്ട് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് നനച്ച് വെച്ച ആ ഒരു മാവ് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഇത് കണക്ക് ചെറുതായിട്ട് വെള്ളത്തിൽ മുക്കി കൈ ഇങ്ങനെ മുക്കി പരത്തുമ്പം അത് പരന്നും വരും, അങ്ങനെ ഒട്ടി പിടിക്കത്തതുമില്ല. അങ്ങനെ ഞാനതെല്ലാം പരത്തിയെടുത്തിട്ട് അതിനകത്തോട്ട് നമ്മുടെ തേങ്ങയും ശർക്കരയും എല്ലാം കൂടെ വെച്ച് കൊടുത്തിട്ട് മടക്കി വെച്ചങ്ങ് ചുട്ടെടുത്താൽ മതി. കരിഞ്ഞു പോകാതെ നോക്കിയാൽ മതി. സിമ്മിലും എല്ലാം മൊത്തമല്ല, ഒരു ഇടയ്ക്ക് നിർത്തി അങ്ങ് ചുട്ടെടുത്താൽ മതി. ഇത് ആദ്യത്തെ ഞാനിങ്ങനെ ചുട്ടെടുത്ത് അങ്ങനെ മൂന്നങ്ങ് കൊടുത്തു. അപ്പോഴത്തേക്ക് ആൾ പല്ലൊക്കെ തേച്ച് വൃത്തിയായിട്ട് വന്നു. എന്നിട്ട് ഞാനത് പിച്ചി ഇട്ട് കൊടുത്ത് ഒരു സ്പൂണുമായിട്ട് കൊടുത്താൽ TV ഒക്കെ കണ്ട് അവിടെ ഇരുന്ന് കഴിച്ചോളും. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം 9 മണി കഴിഞ്ഞ്. അങ്ങനെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് അവിടെ പോയി ഇരുന്നപ്പോഴോ സമ്മതിക്കത്തില്ല. കസരയുടെ മണ്ടയ്ക്ക് കിടന്ന് അവനങ്ങ് ചാട്ടോ ഇതൊക്കെയാ. എനിക്കപ്പോഴത്തേക്ക് നമ്മുടെ കാലുവേദനയൊക്കെ തുടങ്ങി. അങ്ങനെ ഞാൻ വന്ന് ഫോൺ എടുത്ത് കുറച്ച് നേരം ഒന്ന് അവിടെ ഇരുന്ന് കുത്തിയൊക്കെ നോക്കുവാണ്.
എന്തൊക്കെയുണ്ട്, യൂട്യൂബിനകത്ത് എന്തൊക്കെയുണ്ട്, അങ്ങനെ ഓരോരോ ആപ്പ് നമ്മൾ മാറി മാറി നോക്കണമല്ലോ. അതാണല്ലോ അതിൻ്റെ ഒരു കീഴ്വഴക്കം. അങ്ങനെ ഫോണൊക്കെ നോക്കി കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും അച്ചാച്ചനും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങൾ ഇരുന്നു. കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. മിക്കവാറും ഒക്കെ അച്ചാച്ചന് ജോലി കാണും. പിന്നെ ഞായറാഴ്ച ഞാൻ പള്ളിയിൽ നിന്ന് വന്നിട്ട് ഞാൻ കുക്കിങ്ങിൻ്റെ ഇടയ്ക്കായിരിക്കും അവരെല്ലാം കഴിക്കും. സമയമൊന്നും കിട്ടത്തില്ല. അങ്ങനെ 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് മോനെ കുളിപ്പിച്ചൊരുക്കി അവനെ അങ്ങ് ട്യൂഷന് കൊണ്ടുപോകാൻ വേണ്ടി വിട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളടാ. ബാക്കിയൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എനിക്ക് അപ്പോഴത്തേക്ക് കാലുവേദനയും ഒക്കെ ആയി. തണുപ്പിൻ്റെ ആണെന്ന് തോന്നുന്നു. പിന്നെ പീരീഡ്സും കൂടെ അല്ലേ, അങ്ങനെ കാലുവേദനയൊക്കെ ആയി, നടുവേദനയൊക്കെ ആയി. പിന്നെ ഞാൻ പോയി ഒരൊറ്റ കിടത്തയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.